ചക്കുവള്ള മണക്കരയിൽ വാഹനാപകടത്തിൽ മരിച്ച 17 വയസ്സുകാരൻ ഷാനറ്റ് ഷൈജുവിന്റെ സംസ്കാരം വൈകുന്നു. ഏജൻസിയുടെ ചതിയിൽപ്പെട്ട മാതാവ് ജിനുവിന് ഇതുവരെ വിദേശത്തു നിന്ന് മടങ്ങാനായിട്ടില്ല. ജിനുവിനെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച അണക്കരയ്ക്ക് സമീപം ചെല്ലാർകോവിലിൽ തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പുമായി കൂട്ടിയിടിച്ചാണ് ഷാനറ്റ് ഷൈജുവും സുഹൃത്ത് അലനും മരിച്ചത്. ഇതിൽ ഷാനറ്റ് ഷൈജുവിന്റെ സംസ്കാരമാണ് വിദേശത്തുള്ള മാതാവ് എത്താത്തതിനെ തുടർന്ന് അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. കുവൈറ്റിൽ ഹോം നേഴ്സായി ജോലിക്ക് പോയ ഷാനറ്റിന്റെ മാതാവ് ജിനു ഏജൻസിയുടെ തട്ടിപ്പിനെ തുടർന്നാണ് വിദേശത്ത് കുടുങ്ങിയതെന്ന് ഷാനറ്റിന്റെ പിതാവ് പറയുന്നു. ഇവിടുന്ന് 2.5 മാസം മുമ്പ് ഇവിടുന്ന് പോയതാണ്. അവിടെ പോയിട്ട് ഇവിടുന്ന് ഒരു ഏജൻസിയാണ് പത്തനംതിട്ടുള്ള ഒരു ഏജൻസിയാണ് കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പറഞ്ഞ ഒരു കൊച്ചിനെ നോക്കണമെന്ന് പറഞ്ഞാൽ പോയത്. 40,000 രൂപ ശമ്പളം പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വീട് മൊത്തം നോക്കേണ്ട ഇതവസ്ഥയായി. ഇവിടെ ചെറിയതാണ്, ഒരു 40 കിലോ ഉള്ളൂ. ആ വീട് മൊത്തം നോക്കാൻ പറ്റത്തില്ലാതെ 1 മാസം അവിടെ ജോലി ചെയ്തു. ഇവർ ശമ്പളം കൊടുത്തത് ഇവിടുന്ന് 40,000 രൂപ പറഞ്ഞാണ് പോയത്. അവിടെ ചെന്നപ്പോൾ 27,000 രൂപയാണ് മൊത്തത്തിൽ കൊടുത്തത്. അങ്ങനെ അവിടുന്ന് ചാടിപ്പോയിട്ട് ഏജൻസി വന്നു. ഏജൻസിക്കാർ അവർ പറയുന്നു അവരവിടെ തന്നെ ഒരു 5 ദിവസം അവിടെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പത്തനംതിട്ടുള്ള ഏജൻസിക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, നീ ചുമ്മാ ഇവിടെ കിടന്ന് ശാപ്പാട് വെച്ചിട്ട് കാര്യമില്ല, അടുത്ത വീട്ടിൽ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് അവൾ ചാടി ഈ മലയാളി അസോസിയേഷൻ അതിനകത്ത് ബന്ധപ്പെട്ട് ഈ ഏജൻസി ഇന്ത്യൻ എംബസിയിലേക്ക് മാറ്റി. ഇന്ത്യൻ എംബസിയിലോട്ട് പോയി അവിടെ ചെന്ന് എംബസിയുടെ കാര്യങ്ങളെല്ലാം പൂർത്തിയായി. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് അല്ലെ ചൊവ്വാഴ്ച ഉച്ചയാകുമ്പോൾ അവിടുത്തെ ശിക്ഷയെല്ലാം കഴിഞ്ഞു പോരാമെന്നുള്ള നിലപാടിലായിരുന്നു. പിന്നെ ഇങ്ങനെ ഇവളുടെ കൂട്ടത്തിൽ തന്നെ മലയാളികളായ 35 പേര് ഇവളുടെ കൂട്ടത്തിൽ തന്നെ മലയാളികളായിട്ട് ഇവള് ചെന്ന ജയിലിൽ തന്നെ കിടപ്പുണ്ട്. അവരെല്ലാവരും ഈ ഏജൻസിക്കാരിങ്ങനെ പെടുത്തുന്നതുകൊണ്ടാണ്. ജിനുവിനെ തിരിച്ചെത്തിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇടുക്കി MP ഡീൻ കുര്യാക്കോസും ഉൾപ്പെടെയുള്ളവർ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ജിനുവിന് എന്ന് നാട്ടിലേക്ക് വരാനാകുമെന്നതിൽ വ്യക്തത ഉണ്ടായിട്ടില്ലെന്നും കുടുംബം പറഞ്ഞു. അവിടുത്തെ സാഹചര്യം നമ്മൾ മലയാളി അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ ഇന്നലെ വരെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ ആയിട്ട് 2 ദിവസം അവിടെ അവധിയാണ് ഓഫീസുകൾ. അപ്പം ഇന്ന് ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ കയറാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാളെ ഏതെങ്കിലും സാഹചര്യത്തിൽ നടന്നില്ല, നാളത്തെ കഴിഞ്ഞ് വിട്ടുകിട്ടുമെന്നുള്ളൊരു നിലപാടാണ് അവർ ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. കഴിഞ്ഞ 1.5 മാസമായി ജയിലിൽ കഴിഞ്ഞിരുന്ന ജിനു നിലവിൽ ട്രാവൽ ജയിലിൽ ആണെന്നാണ് ലഭിക്കുന്ന വിവരം. ഇസ്രായേൽ ഇറാൻ യുദ്ധവും ട്രാവൽ ജയിലിൽ കോവിഡ് സ്ഥിരീകരിച്ചതും ജിനുവിന്റെ മടങ്ങിവരവിനെ പ്രതികൂലമായി ബാധിച്ചുവെന്നാണ് കുവൈറ്റിലുള്ള മലയാളി അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്. മകന്റെ മൃതദേഹം ജിനുവിനെ ഒരു നോക്ക് കാണിച്ച ശേഷം മാത്രമേ സംസ്കരിക്കൂ എന്നാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായി ഷാനറ്റിന്റെ മൃതദേഹം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ജിനുവിനെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഈ കുടുംബത്തിന്റെ അപേക്ഷ.